പുറത്ത് നോക്കുമ്പോൾ ഒരു ഗ്രീനറി ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് വൃത്തിയാക്കാനുണ്ട്, നല്ല പട്ടിപ്പണി ചെയ്യാനുണ്ട്. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാം. ഞാൻ ഭീഷണിപ്പെടുത്തി എനിക്ക് ചായ ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് ചായ ഉണ്ടാക്കി തന്നിട്ടുണ്ട് എൻ്റെ പാർട്ണർ. അതേപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചക്കട എന്തായാലും ഒപ്പിച്ച് തന്നിട്ടുണ്ട്. എൻ്റെ സുഖം. അപ്പോൾ ഇതിൽ ഇനി എന്താ പറയുക, ഒരു ചെറിയ കോഫി ടേബിളോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഒരു കോർണർ എന്തെങ്കിലും ഒരു ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം. ഇത് കണ്ടില്ലേ, ഇതാണ് എൻ്റെ ഒരു ചെറിയ ബാൽക്കണി. നേരത്തെ ഇവിടെ റൂഫ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം മഴയൊക്കെ പെയ്ത് ആകെ ഇവിടെ എന്താ പറയുക, ഇലയും വെള്ളമൊക്കെ കെട്ടിക്കിടന്ന് ഇങ്ങനെ ആകെ ചെളി പിടിച്ച് നാശമായിട്ടില്ലേ. അപ്പോൾ കുറച്ച് നാളിതിങ്ങനെ കിടന്നപ്പോൾ എനിക്ക് തോന്നി എനിക്ക് മഴ പെയ്യുന്നത് നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ വെള്ളം വീഴുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ കുറച്ച് വൃത്തിയാവുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തോന്നി എനിക്ക് ഇവിടെ മൊത്തത്തിലൊന്ന് സെറ്റിങ്സ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കിയാലോ. ഇരുന്ന് ബുക്ക് വായിക്കുക എന്നുള്ളതാണ് ആഗ്രഹം. നടപടിയാവും, നോക്കാം. ഇത് ഈ ഒരു പോർഷൻ പുറത്ത് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് അത്ര വലിയ ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ അതാണ് ഞാനിവിടെ കർട്ടൻ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലിങ്ങനെ കർട്ടൻ പ്ലാന്റ് വീഴാണ്ട് അതൊന്ന് റെഡിയായി വന്നപ്പോഴേക്കും സൈഡിൽ നിന്ന് വന്ന മണിമുല്ല അതിനെ ഇങ്ങനെ വിഴുങ്ങി. അപ്പോൾ ഇപ്പോൾ കർട്ടൻ പ്ലാന്റ് ഒക്കെ ഞാൻ ലാസ്റ്റ് എടുത്ത് മാറ്റി. കാരണം മണിമുല്ലയുടെ ഇടയിൽ അതൊന്നും കാണുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു അതിവിടെ ഉണ്ട്. പുറത്ത് നോക്കുമ്പോൾ ഒരു ഗ്രീനറി ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് വൃത്തിയാക്കാനുണ്ട്, നല്ല പട്ടിപ്പണി ചെയ്യാനുണ്ട്. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാം. ഞാൻ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കളക്ട് ചെയ്തും വെച്ചിട്ടുണ്ട്. ഓൺലൈനിൽ വാങ്ങിച്ചതും അല്ലാതെയൊക്കെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്കിത് അടിപൊളിയാക്കി നോക്കാം അല്ലേ. എന്നിട്ട് ഞാൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അടിപൊളിയല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, എന്ത് ചെയ്താൽ അടിപൊളിയാവുമെന്നും കൂടി പറയണം. തുടങ്ങാം. ആദ്യം തേച്ച് വെച്ച് വൃത്തിയാക്കാം. കാരണം അത്യാവശ്യം നല്ല ചെളിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളകിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ തേച്ച് വരച്ച് കളയാൻ എളുപ്പമുണ്ടാവുമല്ലോ. പണിയെടുത്ത് ക്ഷീണിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ജ്യൂസ് ചായ ഒക്കെ കിട്ടണമല്ലോ. ഇതിപ്പോൾ നമ്മൾ തന്നെ ഇവിടെ ഇത് ചെയ്തിട്ട് അപ്പുറത്തൊരു ചായ ഉണ്ടാക്കിയിട്ട് തരാ, ജ്യൂസ് ഉണ്ടാക്കിയിട്ട് തരാ. ശരിക്കും നിങ്ങളൊക്കെ പറയില്ലേ എൻ്റെ ക്യാമറാമാനായ നീ എന്ത് സുഖമെന്ന്. നിനക്കറിയില്ല എൻ്റെ പാവത്തിനോട് പട്ടി പണിയെടുപ്പിക്കാനുള്ളത്. അപ്പൊ എനിക്ക് എന്താ പറയാ, ഞാൻ ഭീഷണിപ്പെടുത്തി എനിക്ക് ചായ ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് ചായ ഉണ്ടാക്കി തന്നിട്ടുണ്ട് എൻ്റെ പാർട്ണർ. അതേപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചക്കട എന്തായാലും ഒപ്പിച്ച് തന്നിട്ടുണ്ട്. ഒരു ചങ്ങായിയുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചോളൂ. ചങ്ങായിൻ്റെ വീട്ടിലുണ്ടാക്കി എന്തായാലും കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് സന്തോഷം. ഇത് 3ാമത്തെ എനിക്ക് കഴിച്ചുകൊണ്ടിരിക്കണത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി 1 by 1 ആയിട്ട് നമുക്ക് പരിപാടികൾ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ഫ്ലോർ മാറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്റ് ഇവിടെ ഇടാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആദ്യം ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. എന്നാലും സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്കിങ്ങനെ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഇത് ഡബിൾ സൈഡ് സ്റ്റിക്കർ അത് വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കും. അപ്പം ഞാൻ ഇവിടെ
ഫ്ലോറാണ് ആദ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഇനി കുറച്ച് ഹാങ്ങിങ് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പോസിറ്റീവ് വൈബ്സ് ഓൺലി, വേറെ ഒന്നും നമ്മളിവിടെ എടുക്കുന്നതല്ല, പേടിച്ച് കൂടുപ്പിക്കും. നമുക്ക് ഇത് ഇവിടെ വയ്ക്കാം. ത്രികോണ ഇത് അഴിക്കലാണ്. കുരുക്കോ അഴിക്കാൻ പറ്റില്ല, പിന്നെ ഈ കുരുക്കെങ്കിലും അഴിക്കാന്നൊക്കെ നോക്കട്ടെ എന്തായിത്തീരുമോ എന്തോ. കോമഡി എന്താണെന്ന് പറയട്ടെ, ആ സൈഡ് ഈ സൈഡ് ഇവിടം വരെ സ്റ്റാറും ഇവിടെ നിങ്ങട് വേറെ എന്തോ ജില്ലയും. അയ്യോ എൻ്റെ മുടിയൊക്കെ നോക്കി പണിയെടുത്ത് ക്ഷീണിച്ചു. ഇടയ്ക്ക് ജ്യൂസൊക്കെ വാങ്ങി. ഈ ബട്ടർഫ്ലൈ വീടും കൊണ്ട് പറക്കണത് എനിക്ക് മനസ്സിലായില്ല, എന്താണ് ഉദ്ദേശം? ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ വേർ ആർ യു ഗോൺ ബട്ടർഫ്ലൈ. നിങ്ങൾക്കറിയോ? എന്നാൽ എനിക്കും അറിയില്ല, വെറുതെ ഒരു തോന്നലൊക്കെ തോന്നി തുടങ്ങിയതാ. ഇതിപ്പോൾ കിളികളൊന്നും കയറാതിരിക്കാൻ വലയിട്ട പോലെ ഉണ്ട്. കോമഡി എന്താണെന്നറിയോ, ഞാൻ ഇത് എൻ്റെ മാത്രം ഒരു ലോകമുണ്ടാക്കിയ പോലെ പോവും. കാരണം അപ്പുറത്തൊരു വീടിൻ്റെ സെറ്റിങ്സ്, മീൻസ് ഈ വീടിൻ്റെ ബാക്കി പോർഷൻ്റെ സെറ്റിങ്സ് ഇതും കൂടെ അവയിലും മത്തിക്കറിയും പോലെ ഉണ്ട്. ചിലപ്പോൾ ഇതിനകത്ത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഞാൻ പരിഷ്കാരങ്ങളൊക്കെ വരുത്താൻ ചാൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ സെറ്റിങ്സൊക്കെ മാറ്റിക്കൊണ്ടിരിക്കും. ലൈഫിൽ ഇപ്പോഴും ചേഞ്ച് ആഗ്രഹിക്കുന്നതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യണത്. ചില മനുഷ്യന്മാർക്ക് മനസ്സിലാവാത്തതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ്? ഒരു രീതിയിലും എന്താ പറയുക, മാറ്റങ്ങൾ ലൈഫിൽ അനുവദനീയമല്ലാത്ത മനുഷ്യരാണ്. എന്താ പറയുക, ഒന്നും മാറാതിരിക്കണം, എല്ലാം എന്താ പറയുക കറക്റ്റായിരിക്കണം, പക്കയായിരിക്കണം എന്നൊക്കെ വിചാരിക്കണം അല്ലേ. ഞാൻ അങ്ങനെയല്ല, എപ്പോഴും നമ്മളിങ്ങനെ ചേഞ്ചസ് വേണം എന്നുള്ളതുകൊണ്ട് ഈ പറയുന്നതിന് നെഗറ്റീവ് എടുക്കരുത്, എല്ലാം പോസിറ്റീവായിട്ട് എടുക്കണം. കാരണം ഇത് ഞാൻ പോസിറ്റീവ് വൈബിന് വേണ്ടി മാത്രം സെറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ഓക്കെ, നോ നെഗറ്റീവ്സ്. പക്ഷെ ഇവിടെ കുറച്ചും കൂടെ സൗണ്ട് ഉണ്ടാക്കുന്ന ഡയമണ്ട് ഡോഗിനാണ് ചോദിക്കുക. ഡയമണ്ട് ഡോഗ് മറ്റേ ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ. തുള്ളിയുറൻ എല്ലാം എല്ലാം പെട്ടെന്നായിരിക്കണം ആണെന്നോ എന്തെല്ലാം എന്തെല്ലാം. കൊള്ളാം കൊള്ളാം കൊള്ളാം. എനിക്ക് ഇങ്ങനെ ഇരുന്ന് ബുക്ക് വായിക്കാം. എൻ്റെ സുഖം എൻ്റെ സുഖം. അപ്പോൾ നമ്മൾ ഏറെക്കുറെ വൈകിട്ടാണ് ഈ പരിപാടി തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു ഒരു 3-4 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്.
ക്ലീൻ ചെയ്യലും ഇതെല്ലാം കൂടി സെറ്റ് ചെയ്യലൊക്കെ ആയിട്ട് ഇപ്പോൾ അത്യാവശ്യം രാത്രിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെറിയൊരു സ്ഥലത്ത് ഇത്രയും വലിയ സാധനം ഇട്ടിട്ട് സ്പേസ് കളഞ്ഞു എന്നുള്ള സജഷൻ ആദ്യമേ ഉണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അത് വേണ്ട, നമ്മളിവിടെ എടുക്കുന്നില്ല. കാരണം അപ്പുറത്തെ ഒരു ബാൽക്കണി നമ്മൾ വേറെ ലെവലിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് എനിക്ക് അങ്ങനെ തന്നെ റിലാക്സ് ചെയ്തിരിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനപ്പുറം ആളുകൾ ഇവിടെ വേണ്ട. ഭയങ്കര എന്താ പറയുക, അത്രയും രണ്ടുപേരെ സ്വകാര്യ നിമിഷങ്ങൾ എന്നൊക്കെ ഉള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റിയത്, അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സ്പേസ്. അപ്പോൾ ഇതിൽ ഇനി എന്താ പറയുക, ഒരു ചെറിയ കോഫി ടേബിളോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഒരു കോർണർ എന്തെങ്കിലും ഒരു ഉണ്ട്. അപ്പം ഞാൻ കുറിച്ച് സുന്ദരിയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എൻ്റെ ബാൽക്കണി സെറ്റ് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കാണാം, ഇതാണ് എൻ്റെ ബാൽക്കണിയുടെ ഒരു ഫൈനൽ ലുക്ക്. ഇത് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. പിന്നെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ എൻ്റെ അടുത്ത് പറയാം കേട്ടോ, ഇനി എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ. ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് എനിക്ക് ഇരുന്ന് ബുക്കൊക്കെ വായിക്കാൻ പറ്റിയ, എനിക്ക് ഓക്കെ ആയിട്ടുള്ള, എൻ്റെ എന്താ പറയുക, എൻ്റെ ഒരു ഐഡിയയിലുള്ളൊരു സ്പേസ് എന്നുള്ളത്. അപ്പോൾ അതിപ്പോൾ ഞാൻ സെറ്റാക്കിയെടുത്തേക്കാണ്. അപ്പോൾ ഈ സ്ഥലം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നത് ഈ ബുക്ക് വായിച്ചിട്ടാണ്, ദ സീക്രട്ട്. ഒരു രഹസ്യമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് എന്നാണ് പറയുന്നത് എഴുത്തുകാരൻ. എന്തായാലും ആ രഹസ്യത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് ഞാൻ, എന്തൊക്കെയാണ് ആ രഹസ്യം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെയുള്ള എൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി, ഇപ്പോൾ അത് കണ്ടില്ലേ, ഇതിൻ്റെ ഒരു സെറ്റിങ്സും വിശേഷങ്ങളും, അതേപോലെ എൻ്റെ യാത്രകൾ, എൻ്റെ മോഡലിംഗ് ഫോട്ടോഷൂട്ടിൻ്റെയൊക്കെ വീഡിയോസ്, കുക്കിംഗ് വീഡിയോസ്, ഇങ്ങനെയുള്ള എല്ലാം നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കണില്ലേ, അതൊന്ന് പ്രസ് ചെയ്തിട്ടേക്കാം. അപ്പോൾ ഇനിയും പുതിയ വീഡിയോയിലേക്ക് നമുക്ക് കാണാം. ഓക്കെ, ബൈ.